സെപ്റ്റംബർ 17-ന് ലെബനൻ എന്ന രാജ്യത്ത് പേജറുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപഭോക്താക്കൾക്ക് ഒരു പ്രത്യേക സന്ദേശം ലഭ്യമായി. എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെയാണ് ആ സന്ദേശം ലഭിച്ചത്. അതിനെ തുടർന്ന് ആ പേജർ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. പേജർ ഉപയോഗിച്ചിരുന്ന വ്യക്തികൾക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളേറ്റു. അവരുടെ സമീപത്തുണ്ടായിരുന്ന ആളുകൾക്ക് പോലും പരിക്കുകൾ ഏൽക്കുന്ന തരത്തിലുള്ള ആഘാതമാണ് ആ സ്ഫോടനങ്ങൾ സൃഷ്ടിച്ചത്. 4000-ഓളം പേർക്കാണ് പരിക്കുകളേറ്റത്. 13-ഓളം പേർ ഇതിനോടകം മരണമടഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ICUവിൽ തന്നെയാണ്. എന്താണ് ഈ പേജറുകൾ? ഈ കാലഘട്ടത്തിൽ ആ രാജ്യത്തുള്ള ആളുകൾ പേജർ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ആ പേജറിലേക്ക് വന്ന സന്ദേശം എന്തായിരിക്കാം? എങ്ങനെയായിരിക്കും അത്രയും മാരകമായിട്ടുള്ള ഒരു സ്ഫോടനം വെറും ഒരു ചെറിയ പേജറിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടത്? അതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണ്? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വളരെ വിശദമായി തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രത്തെക്കുറിച്ച് പരിശോധിക്കാം. നമ്മൾ മിക്ക ആളുകളും പേജറുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് 90കളിൽ മറ്റും ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ എന്തായാലും പേജറുകൾ നേരിട്ട് കണ്ടിട്ടില്ല, അത് ഉപയോഗിച്ചിട്ടുമില്ല. സിനിമയിലൂടെയുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഒരുപക്ഷെ ഒരു 40കൾ പ്രായമുള്ള വ്യക്തിക്ക് പേജറുകൾ ഉപയോഗിക്കാനുള്ള ഒരവസരം ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും സാധാരണക്കാർക്ക് അത് ഉപയോഗിക്കാനുള്ള അവസരം നന്നേ കുറവാണ്. പിന്നീട് മൊബൈൽ ഫോണുകളൊക്കെ വന്നപ്പോൾ ഈ പേജർ പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യുകയാണ് ഉണ്ടായത്. പേജറുകൾ വന്നിട്ട് ഒരുപാട് വർഷമായി. ആദ്യമായി ഇതിൻ്റെ പിന്നിലുള്ള കണ്ടെത്തലുണ്ടാകുന്നത് 1949-ലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2 വർഷങ്ങൾക്ക് ശേഷം ഒരു അമേരിക്കൻ സിറ്റിസനായ അൽ ഗ്രോസ് ആണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത്. അതിനെ തുടർന്ന് 1950കളിൽ അമേരിക്കയിലെ ആശുപത്രികളിൽ ഈ പേജർ ഉപയോഗിക്കുമായിരുന്നു. വളരെയധികം വലിപ്പമേറിയുള്ള ഈ പേജർ ഡോക്ടർമാർക്ക് സന്ദേശം ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ ഈ പേജറുകളിലൂടെ സന്ദേശം ലഭ്യമാകും. അതിനെ തുടർന്ന് ഡോക്ടർമാർക്ക് ഒരു പ്രത്യേക അസംബ്ലി പോയിന്റിൽ എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ഇത് വലിയ സ്കെയിലിൽ കൊമേഴ്സ്യലൈസ് ചെയ്തത് ബെൽ ലബോറട്ടറിയാണ്. അവരുടെ ട്രാൻസിസ്റ്റർ എന്ന ഒരു കണ്ടുപിടുത്തമാണ് ഇതിന് ആധാരമായി മാറിയത്. ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് പേജറിനെ അവർ മൊത്തത്തിൽ പൊളിച്ചെഴുതി. അതിനെ തുടർന്ന് നിരവധി മേഖലകളിൽ നിരവധി വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ പേജറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ട്രാൻസിസ്റ്ററുകളുടെ ഈ ഉപയോഗത്തിന് പിന്നീട് 1956-ൽ ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം പോലും ലഭ്യമായിരുന്നു. അത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു കണ്ടെത്തലാണ് പേജറും അതിൻ്റെ ആധാരമായിട്ടുള്ള ട്രാൻസിസ്റ്ററുകളും. ഈ പേജറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾക്ക് ആവശ്യമുള്ളതുപോലെ ടെലിഫോൺ ടവറുകളുടെ ആവശ്യം ഇതിനില്ല. വോക്കി ടോക്കി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിലാണ് ഈ പേജറുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ പേജറുകൾ ഉപയോഗിച്ച് വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയക്കുന്നത് പോലെ ടൈപ്പ് ചെയ്ത് അയക്കാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തിക്ക് നമുക്ക് ഒരു സന്ദേശം അയക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പേജർ നമ്പർ എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ഒരു ഡയറക്ടറിയിലേക്ക് നമ്മൾ ഫോൺ ചെയ്യണം ടെലിഫോണിലൂടെ. അതിനുശേഷം ഇന്ന വ്യക്തിക്ക് ഇന്ന പേജ് നമ്പറുള്ള വ്യക്തിക്ക് ഇന്ന സന്ദേശം അയക്കണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നീട് അവരാണ് അത് ഒരു സന്ദേശമാക്കി അവരുടെ പേജറിലേക്ക് അയക്കുന്നത്. ഈ സന്ദേശം കിട്ടുന്ന വ്യക്തിക്ക് അപ്പോൾ തന്നെ അതിന് റെസ്പോൺസ് കൊടുക്കാനും സാധിക്കത്തില്ല. ആ വ്യക്തിയും അതിന് മറുപടി നൽകണമെങ്കിൽ ഇതുപോലെ തന്നെ ഡയറക്ടറിയിലൂടെ നമുക്ക് നമ്മുടെ പേജർ നമ്പറിലേക്ക് സന്ദേശമായിട്ട് അയക്കണം. പിന്നീട് മൊബൈൽ ഫോണുകളുടെയൊക്കെ വരവോടുകൂടി പേജറുകൾക്ക് പ്രാധാന്യമില്ലാതെയായി മാറി. എങ്കിൽ പോലും പല റെസ്റ്റോറൻറ്റുകളിലും ഈ കാലഘട്ടത്തിൽ പോലും പേജറിൻ്റെ മറ്റൊരു രൂപം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് എപ്പോഴാണ് അത് ലഭ്യമാകുന്നതെന്ന് ഈ പേജറിലൂടെ ടേബിളിൽ ഇരിക്കുന്ന കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അവർക്ക് കൗണ്ടറിൽ പോയി അത് കളക്ട് ചെയ്യാൻ കഴിയും. മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനായിരിക്കാം ലെബനിലുള്ള ആ വ്യക്തികൾ പേജറുകൾ ഉപയോഗിച്ചത്? അത് മനസ്സിലാക്കണമെങ്കിൽ 1985-ൽ സ്ഥാപിതമായിട്ടുള്ള ഒരു പാർട്ടിയെക്കുറിച്ച്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഹിസ്ബുള്ള എന്ന പേരിലാണ് ആ പാർട്ടി അറിയപ്പെടുന്നത്. അത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP പോലുള്ള ഒരു പാർട്ടിയല്ല. അവർക്ക് ഒരു മിലിറ്ററി ഗ്രൂപ്പ് തന്നെയുണ്ട്. അവർ യുദ്ധത്തിൽ ഏർപ്പെടുന്നതാണ്. അവരുടെ തൊട്ട് അയൽരാജ്യമായിട്ടുള്ള ഇസ്രയേലാണ് അവരുടെ പ്രധാനപ്പെട്ട എതിരാളി. ഇസ്രയേൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി പവറാണ്. അവരെ ഏറ്റവും ശക്തമാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് അവരുടെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദാണ്. മൊസാദ് വളരെ ഗൗരവപൂർവ്വം തന്നെ ഹിസ്ബുള്ളയെ നിരീക്ഷിക്കാൻ തുടങ്ങി. കാരണം അവരുടെ നിരന്തരമായിട്ടുള്ള ആക്രമണമാണ്. ഇത് ഹിസ്ബുള്ളയ്ക്കും അറിയാം. ഹിസ്ബുള്ളയ്ക്ക് മൊസാദിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും.
ഹിസ്ബുള്ള സംഘടനയിലെ ആളുകൾ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൊസാദിന് വളരെ അനായാസമായിട്ട് ഇവരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇവർ എവിടെയൊക്കെയാണ് നിലവിലുള്ളതെന്നും ഇവർ എല്ലാവരും കൂടെ കൂട്ടം കൂടി ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എപ്പോഴാണെന്നും അത് എവിടെ വെച്ചാണെന്നും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടേക്ക് ഒരു ബോംബ് നിക്ഷേപിച്ച് അവരെ നശിപ്പിക്കാനും മൊസാദിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയുടെ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തിയത്. പേജറുകളിലൂടെയാണ് നമ്മളിനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവർ ബൾക്കായി പേജറുകൾ ഇറക്കുമതി ചെയ്യുന്നത് തായ്ലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഗോൾഡ് അപ്പോളോ എന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ്, ഒരു മാനുഫാക്ചറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായതിനു ശേഷം എല്ലാവരും അക്യൂസ് ചെയ്തത് ഈ ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനത്തെയാണ്. പക്ഷേ അവർ അപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങളല്ല ഇത് നിർമ്മിച്ചത്, ഞങ്ങളുടെ കമ്പനിയാണ്, പക്ഷേ ഞങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസ് ഹംഗറിയിലുണ്ട്, അവരാണ് ലെബനനിലേക്ക് ആവശ്യമായിട്ടുള്ള പേജറുകൾ നിർമ്മിച്ചത്. എന്നാൽ ഈ ഹംഗറിയിലുള്ള സ്ഥാപനവും ഇപ്പോൾ അത് നിഷേധിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നാണ്. എങ്ങനെയായിരിക്കാം ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചത്? അതിന് 2 റീസണുകളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഒന്ന് മാനുഫാക്ചറിങ് പരമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തത് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം. ആദ്യ ഭാഗത്ത് പറയാൻ സാധിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്കിടയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു അഡീഷണൽ ബാറ്ററി വെച്ചിട്ടുണ്ടായിരിക്കാം. അതിനോടൊപ്പം ഒരു എക്സ്പ്ലോസീവ് മെറ്റീരിയലും വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ സപ്ലൈ ചെയിനിലിടയിലായിരിക്കാം ഇങ്ങനെ എക്സ്പ്ലോസീവും അഡീഷണൽ ആയിട്ടുള്ള ഒരു ബാറ്ററിയും ഉപയോഗിച്ചിട്ടുണ്ടാവുക. എക്സ്പ്ലോസീവ് എന്ന് പറയാനുള്ള കാരണം അവിടെ നടന്നിരിക്കുന്ന ആ സ്ഫോടനം തന്നെയാണ്. CCTV ദൃശ്യങ്ങളിലൂടെ പല സ്ഫോടനങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. അടുത്തുള്ള ഒരു വാഹനം പോലും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എക്സ്പ്ലോസീവ് ഉണ്ടാകും. പക്ഷേ ഒരു ചെറിയ പേജറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ എക്സ്പ്ലോസീവ് നിറയ്ക്കാൻ സാധിക്കും? ഒരു 2-3 ഗ്രാം മാത്രം ഭാരമുള്ള എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാം. വലിയ സ്ഫോടനം എന്ന് പറയുമ്പോൾ ഇവിടെ നടന്നതുപോലെ ഒരു വ്യക്തിക്ക് കാര്യമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്ന രീതിയിലോ ഉള്ള സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ അത്രയും തന്നെ മതിയാകും. ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ദീപാവലിക്ക് മറ്റും ഉപയോഗിക്കുന്ന പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന ആ ക്രാക്കറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പടക്കത്തെക്കുറിച്ചല്ല. എക്സ്പ്ലോസീവ്സ് പല രീതിയിലുണ്ട്, പല വ്യത്യസ്തമായിട്ടുള്ള വെടിമരുന്നുകളുണ്ട്. ഇവിടെ ഉപയോഗിക്കാനുള്ള സാധ്യത PETN എന്ന ഒരു എക്സ്പ്ലോസീവാണ്. പെൻറ്റാ എറിത്രിറ്റോൾ ടെട്രാനൈട്രേറ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, നായകൻ അങ്ങ് ദൂരത്തു നിന്ന് ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് എതിരാളിയുടെ വാഹനം കത്തിക്കുന്നതായിട്ട്. അവിടെ സംഭവിക്കുന്നത് ഇതേ രീതിയിലുള്ളൊരു മെക്കാനിസം തന്നെയാണ്. റിമോട്ട് കൺട്രോളിലൂടെ നമ്മൾ അയക്കുന്നത് ഒരു സിഗ്നലാണ്. ആ സിഗ്നൽ അങ്ങ് ദൂരെയുള്ള വാഹനത്തിലെ എക്സ്പ്ലോസീവിൽ എത്തിച്ചേരുന്നു. ആ എക്സ്പ്ലോസീവിനോട് ചേർന്ന് തന്നെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാകും. ആ സർക്യൂട്ട് ഈ വരുന്ന സിഗ്നലിനെ സ്വീകരിക്കുന്നു. അതിനുവേണ്ടി അവിടെ ഒരു റിസീവർ ഉണ്ടായിരിക്കും. അത് സ്വീകരിച്ചാൽ ഉടൻ തന്നെ ആ ഇലക്ട്രോണിക് സർക്യൂട്ട് പ്രവർത്തിച്ചു തുടങ്ങും. അത് പ്രവർത്തിക്കുന്നതിനെ തുടർന്ന് അവിടെ ഒരു അല്പം താപമുണ്ടാകുന്നതാണ്. എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും പ്രവർത്തിക്കുമ്പോൾ അവിടെ താപമുണ്ടാകും. ആ താപത്തിലൂടെയാണ് സിനിമയിൽ അങ്ങനൊരു വാഹനം പൊട്ടിത്തെറിക്കുന്നത്. അത്തരത്തിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിരവധി എക്സ്പ്ലോസീവുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മൊബൈൽ ഫോണിന് പകരമായി വന്നത് ഒരു ഇലക്ട്രിക് സിഗ്നലാണ്. ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്ന പേജറുകളിലൊക്കെ അതിന് മുൻപും സിഗ്നലുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ സിഗ്നലുകൾ വരുമ്പോൾ ആ പേജർ പൊട്ടിത്തെറിച്ചിരുന്നില്ല. ഒരു പ്രത്യേക സിഗ്നൽ എല്ലായിടത്തും ഒരേ സമയത്ത് എത്തിച്ചേർന്നപ്പോൾ മാത്രമാണ് പൊട്ടിത്തെറിച്ചത്. അതിൻ്റെ അർത്ഥം അതൊരു പ്രത്യേക എൻക്രിപ്ഷനുള്ള ഒരു കോഡായിരിക്കണം എത്തിച്ചേർന്നിട്ടുണ്ടാവുക. ആ കോഡ് അവിടെ എത്തിച്ചേരുമ്പോൾ പേജറിൻ്റെ അൽഗോരിതം അഡീഷണലായിട്ടുള്ള രണ്ടാമത്തെ ബാറ്ററിയെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടാകാം. സാധാരണഗതിയിലുള്ള മെസ്സേജുകൾ വരുമ്പോൾ ആദ്യത്തെ ഒരു ബാറ്ററി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതിനെ തുടർന്ന് അവിടെ സ്ഫോടനമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ബാറ്ററി ട്രിഗർ ചെയ്യുന്നത് എക്സ്പ്ലോസീവിനെ ആയിരിക്കും. അതിനെ തുടർന്നാകാം ആ വലിയ സ്ഫോടനം സംഭവിച്ചത്. സെപ്റ്റംബർ 17 മാത്രമല്ല, അതിന് ശേഷവും സ്ഫോടനം നടന്നിട്ടുണ്ട്. ആദ്യ സ്ഫോടനത്തിൽ മരിച്ചവരുടെ അടക്കം നടക്കുന്ന വേളയിലായിരുന്നു ദാരുണമായിട്ടുള്ള പിന്നീടുള്ള സ്ഫോടനങ്ങൾ അരങ്ങേറിയത്. അവിടെ അരങ്ങേറിയ സ്ഫോടനങ്ങൾക്ക് കാരണമായി മാറിയത് പേജർ മാത്രമല്ല, പേജറിന് പുറമെ വോക്കി ടോക്കിയും സോളാർ പാനലുകളുമൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അതെല്ലാം ഒരു പ്രത്യേക സിഗ്നൽ അവിടെ എത്തിച്ചേർന്നത് കൊണ്ടായിരിക്കാം എന്ന് മാത്രം നമുക്ക് അനുമാനിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഏറ്റവും അപകടം നിറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് കടക്കാം.
ആദ്യം പറഞ്ഞ മെത്തേഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ആയിരിക്കാം. പക്ഷേ ആ മെത്തേഡ് എന്താണെന്ന് നമുക്ക് വിവരിക്കാൻ സാധിക്കുകയില്ല. ഒരു പുതിയ സാങ്കേതികവിദ്യ ആയിരിക്കാം. ഇത്തരത്തിലൊരു സിഗ്നലും അയക്കാതെ തന്നെ ഒരുപക്ഷെ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെ പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ബാറ്ററി അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ പേജറിലും വോക്കി ടോക്കിയിലുമൊക്കെ ബാറ്ററികളുണ്ട്, എങ്കിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ബാറ്ററി പൊട്ടിത്തെറിക്കും, പക്ഷേ അത് ഇത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു സ്ഫോടനമായിരിക്കുകയില്ല. പക്ഷേ ആ ബാറ്ററി പ്രത്യേക തരത്തിലുള്ള എക്സ്പ്ലോസീവുകൾ കൂടി ചേർത്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിൽ പ്രത്യേകമായിട്ട് എക്സ്പ്ലോസീവ് അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാരകമായിട്ടുള്ള ഒരു സ്ഫോടനത്തിന് കാരണമായി മാറും. പക്ഷേ അത് ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. പക്ഷേ പല ഗവേഷകരും അങ്ങനെയുള്ളൊരു ആശയം കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മൊസാദ് ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ സാങ്കേതികവിദ്യ, അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടങ്ങളാണ് ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ശത്രുക്കൾക്ക് നമുക്ക് നേരെ ഒരു ബോംബൊന്നും എറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ തന്നെ അവർക്ക് ബോംബാക്കി മാറ്റാൻ സാധിക്കും. അതിൻ്റെ നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ ഘട്ടത്തിൽ ചെറിയ ഒരു ഇടപെടൽ നടത്തിയാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന യുദ്ധങ്ങൾ അത് മാരകമായിട്ടുള്ള യുദ്ധങ്ങളായിരിക്കും. മൊസാദിന് ഇത് സാധിക്കുമെങ്കിൽ ഭാവിയിൽ പല രാജ്യങ്ങൾക്കും ഇത് സാധിക്കും. പല ഗവേഷകർക്കും ഇത് സാധ്യമാകും. അവർ ഇതിനെക്കുറിച്ചും ചിന്തിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാചകമാണ്. ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന കാലഘട്ടത്തിൽ ജർമ്മനിയിലുണ്ടായിരുന്ന ഗവേഷകർക്ക്, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർക്ക് ഒരു ലെറ്ററിൽ സൈൻ ചെയ്യാനായിട്ട് കൊടുത്തു. ആ ലെറ്ററിൽ പരാമർശിച്ചിരുന്നത് ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ജർമ്മനിയെ സഹായിക്കുന്ന രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഞാൻ നടത്താം, പൂർണ്ണമായിട്ടും ഞാൻ ജർമ്മനിക്കൊപ്പമായിരിക്കുമെന്നായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗവേഷകരും ആ കത്തിൽ ഒപ്പുവെച്ചു, ഒരാൾ ഒഴികെ. അത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ശാസ്ത്രവും സാങ്കേതികവിദ്യയുമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് മനുഷ്യനു വേണ്ടിയാണ്, പ്രകൃതിക്ക് വേണ്ടിയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഈ പ്രപഞ്ചത്തെയോ ഈ പ്രകൃതിയോ ഈ മനുഷ്യനെയോ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ജീവിതവും ശാസ്ത്ര പരീക്ഷണങ്ങളും വിവരിക്കുന്ന വീഡിയോ സീരീസിൽ ഞാൻ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു വീഡിയോ സീരീസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.